ഇത് ഏതിനം നായയാണ്? ഇതാണ് നമ്മുടെ ഇന്ത്യൻ ബ്രീഡിനകത്ത് അഗ്രഷൻ വളരെയധികം കൂടുതലുള്ള നമ്മുടെ കോംബെ നായേ. കോംബെയാണല്ലേ? കോംബെ തമിഴ്നാടിന്റെ സ്വന്തം ആളാ കേട്ടോ. ഇതെന്തിനാ ഇതിനിങ്ങനെ ചങ്ങല ഇട്ടിരിക്കുന്നത്? ചങ്ങല ഇട്ടിരിക്കുന്നത് ലീശ നിൽക്കത്തില്ല, ഭയങ്കര അഗ്രഷൻ, ഭയങ്കര ടെമ്പറാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കുറച്ച് കടിയിടിയൊക്കെ എനിക്കും കിട്ടിയിട്ടിരിക്കുവാണ്. അതായത് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, കോംബെ എന്ന് പറയുന്ന സാധനത്തെ വളർത്തുമ്പോൾ ആലോചിച്ചും കണ്ടും വളർത്തണം. പക്ഷെ എന്നാൽ പെറ്റായിട്ട് വളർത്തുന്നവരുമുണ്ട്. നമ്മുടെ ഒരു മുന്നത്തെ വീഡിയോയിൽ ഒരു കൺമണിയെ നമ്മൾ കാണിച്ചില്ലായിരുന്നോ? പക്ഷെ ഇവൻ അതിന്റെ അപ്പുറത്തേതാണ്. നല്ല ടെമ്പറാട്ടോ. എപ്പോ വേണേലും നമുക്ക് കടി കിട്ടാല്ലേ? എപ്പോ വേണേലും കടി കിട്ടും കേട്ടോ. ഇവൻ മാത്രമേ ഉള്ളൂ? നമുക്ക് വേറെ ആരെല്ലാം ഉണ്ടോ? നമുക്കൊരു പെങ്കൊച്ചുണ്ട്. പക്ഷെ പെങ്കൊച്ച് ഇത്ര അധികം അഗ്രഷൻ നമ്മളോട് കാണിച്ചിട്ടില്ല. പക്ഷെ കൂട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറക്കുമ്പോൾ അവള് ചെറിയ രീതിയിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവന് നമ്മുടെ വീട്ടിലുള്ള ബാക്കി എല്ലാ നായ്ക്കുട്ടികളെ ഉപദ്രവിക്കും. രണ്ട് പേർ അടുക്കൽ ഇവന് ഒന്ന് അടങ്ങി ഒതുങ്ങി നിന്നിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച കന്യ ചെവി കടിച്ചു കുറച്ച് ഇവനാണോ? ഇവനാണ്. 2 കന്യയുടെ ഒരു ചിപ്പിപ്പാറയുടെ കവളും കടിച്ചോണ്ട് പോയി. പിന്നെ ഇടയ്ക്ക് അപ്പുറത്ത് കിടക്കുന്ന നായയെല്ലാം കടിക്കും. അത്രയ്ക്ക് ഭീകരനാണല്ലേ? ഭീകരനാണ്. പിന്നെ 2 മലയന്റെ പെൺപിള്ളേരെടുക്കാൻ മാത്രമേ ഉള്ളൂ ഇവൻ അടിയറവ് പറഞ്ഞിരിക്കുന്നത്. അവളുമാർ നല്ല പൊട്ടിയിൽ കൊടുക്കുവന്. അപ്പൊ കോംബെയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് വളർത്താവുള്ളൂ. ചാടിക്കറി ആരും വളർത്തില്ല. ചിലർക്ക് പറഞ്ഞ തെറ്റിദ്ധാരണയുണ്ട്, കടിക്കത്തില്ല, അങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്താൽ കടിക്കത്തില്ലെന്നൊക്കെ പറയും. ചുമ്മാ അതാണ്, വെറും തെറ്റിദ്ധാരണയാണ്. ഇവന്റെ ഏകദേശം ഒരു 30 ദിവസമായപ്പോൾ കിട്ടുകയാണ്. ഇപ്പൊ 1.5-2 വയസ്സുള്ളതുകൊണ്ട് അടുത്ത ആൾക്കുണ്ട്. പക്ഷെ ഇവന് 1 വയസ്സാണ് നമ്മളോട് നല്ല അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എപ്പോഴും അറ്റാച്ച്മെന്റ് ഉണ്ട് അവന്. നമ്മൾ കൂടിന്റെ വാഴക്കട ചെല്ലുമ്പോൾ കളിയും ചിരിയൊക്കെ ഉണ്ട്. പക്ഷെ എപ്പോഴാ വിധം മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ആള് നല്ല ഹെൽത്തി ആണല്ലോ. ആള് ഹെൽത്തി ഒക്കെയാണ്. ഇവിടെ പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവൻ 1 മാസ്റ്റർ ഡോഗാന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ട് സിംഗിൾ മാസ്റ്റർ ആണ്. പക്ഷെ ഇവൻ ഇവിടെ ഞങ്ങളുടെ അപ്പായോടും എന്നോടും അങ്ങനെ വലിയ ശല്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഇങ്ങോട്ടേക്കപ്പോ എനിക്ക് കിട്ടി. വല്യമ്മച്ചി അവന് കണ്ണെടുത്താൽ കാണല് വഴി കൂടെ പോയെന്ന് പറഞ്ഞാൽ ഇവൻ കടിക്കാനിട്ട് ഓടിക്കും. അത്ര അഗ്രഷൻ ഉണ്ടല്ലേ? ഇപ്പൊ ആള് നൈസായിട്ട് അഗ്രഷൻ ആവുന്നുണ്ടല്ലേ? ഉണ്ട്. അവനെ നമ്മുടെ ലീശയിലൊന്നും നിൽക്കത്തില്ല. ഇതുപോലത്തെ ചെയിനൊക്കെ വേണം ഇവനെ ഒന്ന് പിടിച്ചു നിർത്താനൊക്കെ. ഇപ്പൊ ആതിര കൂടിലായിരുന്നെങ്കിൽ എന്നെ കടിച്ചേനല്ലേ? 100% കിട്ടും. എനിക്ക് കിട്ടിയല്ലോ. അടിപൊളി. എപ്പോഴാ കടി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഇവന്റെ കാര്യത്തില്. ഇവനിപ്പോ എത്ര വയസ്സായി? ഇവന് 2 വയസ്സായിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല വളർച്ചയുണ്ടല്ലോ. നല്ല വളർച്ചയൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഇവർ കഴിച്ചോളും. പ്രത്യേകിച്ച് ലേഡീസ് വളർത്തുമ്പോൾ എനിക്കൊരു കാര്യം എടുത്ത് പറയാനുണ്ട്. ആദ്യത്തെ ആകാംക്ഷയുടെ പുറത്തും പിന്നെ എക്കോ സിനിമ കണ്ടതിന്റെ പുറത്തും ആരും എടുത്ത് വളർത്തില്ല. പ്ലാത്തിച്ചേട്ടത്തി അനുകരിക്കാൻ ആരും ശ്രമിക്കല്ലേ, പണി കിട്ടും. 100% ഉറപ്പിച്ച് ഞാൻ പറയുന്നു. അപ്പൊ ഈ കോംബെ നായ ഇത്രയും വലിപ്പം വെക്കത്തുള്ളോ? കോംബെ നായ 2 ടൈപ്പ് വരുന്നുണ്ട്. ഹെവി ടൈപ്പും വരുന്നുണ്ട്, നോർമൽ ടൈപ്പും വരുന്നുണ്ട്. അപ്പൊ 2 ടൈപ്പും വരുന്നുണ്ട്. ഇവനെക്കാട്ടി ഒരു പൊടിക്ക് വലിപ്പമുള്ള കോംബെ നായകളും ഉണ്ട് കേട്ടോ. നോർമലി ഇത്രേ വെക്കത്തുള്ളൂ? നോർമലി ഇത്രേ വരത്തുള്ളൂ. പിന്നെ കോംബെയുടെ വേറെ കളർ ഉണ്ട്. നമ്മുടെ പുലിവരയില്ലേ, പുലിവര കളർ. എന്തിടോ കുഞ്ഞേ, നമ്മുടെ പുലിവര കളർ വരുന്നുണ്ട്. അതിനെ പുലിച്ചാര എന്നാണ് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത്. പുൽച്ചാര എന്നാണ് ഇവന്റെ ഇണ തന്നെയാണ്. പക്ഷെ പുൽച്ചാര എന്നാണ് അറിയപ്പെടുന്നത്. നിലവിൽ ഇപ്പൊ ഇവന് കുട്ടികളെല്ലാം ഉണ്ടോ? ഉണ്ട്. ഇവന്റെ ഒരു പെങ്കൊച്ചു ഇടുന്നു. ഇപ്പൊ ഇതിന്റെ